കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു വീഡിയോ അയച്ചു തന്നു. ഒരു ഡോക്ടറിന്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറിന്റെ അകത്ത് മുഴുവൻ ഹെവി മെറ്റൽസ് ആണ്, സ്റ്റിറോയിഡ്സ് ആണ്, ഫംഗൽ ടോക്സിൻസ് ആണ്, ഷുഗർ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അതിനകത്ത് പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാർമാസ്യൂട്ടിക്കൽ, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇത് എഴുതിയിട്ടുണ്ട്. ഈ ഫാർമാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രോട്ടീൻ പൗഡറുകളും സപ്ലിമെന്റ്സും ആണ്. അതിൻ്റെ അകത്താണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം. നമ്മളെന്നും ഡോക്ടർമാരെ കൊടുക്കുന്ന ഒന്നും പ്രോട്ടീൻ പൗഡർ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള സാധനം മാത്രമാണ് പ്രോട്ടീൻ പൗഡർ എന്നുള്ളതാണ്. ICMRന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ന്യൂട്രാസ്യൂട്ടിക്കലിന് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സപ്ലിമെന്റ്സ് ഒക്കെ ഒരുപാട് റിസർച്ചുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇറക്കുന്നത്. നമ്മൾ മലയാളി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളി ഇൻഫ്ലുവൻസേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തും കണ്ണടച്ച് അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുക എന്നുള്ളത്. 85% ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളും നമുക്ക് റിവേഴ്സിബിൾ ആണ്. അത് ഒരു ഡോക്ടർമാരും പറഞ്ഞു തരില്ല. എന്ത് ചെയ്യും, അവരെ ഈ മെഡിസിൻസ് കൊടുത്ത് ലൈഫ് ടൈം അവരെ ഇതിങ്ങനെ ഓർഡറിലോട്ട് കൊണ്ടുവരാതെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ്, നമ്മുടെ ഡയറ്റീഷ്യൻസ് ഒരുപാട് ക്ലയൻസിന് റിസൾട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എല്ലാം മോഡലിലോട്ട് കൊണ്ടുവരാൻ നമ്മുടെ ഡയറ്റീഷ്യൻസിന് സാധിക്കുന്നുണ്ട്. ഇത്രയും കെയർ ആയിട്ട് നമ്മുടെ ഡയറ്റീഷ്യൻസ് അവരെ നോക്കി റിസൾട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റീഷ്യൻസ് എല്ലാവർക്കും വാരിക്കോരി സപ്ലിമെന്റ്സ് കൊടുക്കാറില്ല. സപ്ലിമെന്റ് ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക് മാത്രമേ നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കത്തുള്ളൂ. ഡയറ്റീഷ്യൻസിന്റെ സേവനം എടുത്ത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഒക്കെ മാറ്റി ഒന്ന് ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ അദ്ദേഹം പറയുന്ന ഹെവി മെറ്റൽസിന്റെ ഒക്കെ കാര്യം പറയുന്നത് നമ്മുടെ ഫുഡിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഹെവി മെറ്റൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഫംഗൽ ടോക്സിൻസ് അതുള്ള ഫുഡ് ഏതാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഫുഡിൻ്റെ അകത്തും ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് പ്രോട്ടീനും വേണം, സപ്ലിമെന്റ്സും വേണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം ഇന്നും അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് വേണ്ടവർക്ക് മാത്രമേ നമ്മുടെ ഡയറ്റീഷ്യൻസ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് റിസൾട്ടും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.